എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വാച്ച് ലിസ്റ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ജെറ്റ്ലിയുടെ പടങ്ങളാണ് വാച്ച് ലിസ്റ്റ്. ആദ്യത്തെ പടമാണ് ദ വൺ. ഗബ്രിയൽ യൂലോ എന്ന് പറഞ്ഞ ജെറ്റ്ലിയുടെ ഒരു കഥാപാത്രം തൻ്റേതായിട്ടുള്ള തന്നെ പല വേർഷൻസിനെയും കൊന്നു കളയുന്നതാണ് കാണിക്കുന്നത്, പല ഡിമെൻഷൻസിലും. കാരണം ദ വൺ എന്ന് പറഞ്ഞൊരു ഇമ്മോർട്ടൽ ബീയിങ് ആയി മാറാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേരിയൻ്റായ ഗേബ് ലോൻ്റെ ദൗത്യമാണ് ഇതൊന്ന് തടയാനായിട്ട്. കൂടെ മൾട്ടിവേഴ്സ് അതോറിറ്റി ഒരു MBA ഏജൻറ്റിൻ്റെ കഥാപാത്രം കൂടിയുണ്ട്. ഈ കഥാപാത്രം കൊണ്ട് അഭിനയിക്കുന്നത് ജേസൺ സ്റ്റാത്തമാണ്. അടുത്ത പടമാണ് റോമിയോ മസ്റ്റ് ഡൈ. ഹാൻ സിംഗ് എന്ന ജെറ്റ്ലിയുടെ കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കഥ. ഹോങ്കോങ്ങിലൊരു പ്രിസണറായ ഈ ഒരു ക്യാരക്ടർ തൻ്റെ ബ്രദറിൻ്റെ മരണത്തിനെ പറ്റി അറിയുമ്പോൾ USA എസ്കേപ്പ് ആവുന്നു. ഇവിടെ വെച്ച് ഒരു ഗ്യാങ് വാറിൻ്റെ ഇടയിൽ പെടുകയാണ് ജെറ്റ്ലിയുടെ കഥാപാത്രം. തൻ്റെ ഫാദർ ലീഡ് ചെയ്യുന്നൊരു ചൈനീസ് ഗ്രൂപ്പും പിന്നെ ഒരു ബ്ലാക്ക് അമേരിക്കൻ്റെ ഗ്രൂപ്പും തമ്മിൽ. ഈ പടം ജെറ്റ്ലിയുടെ ആദ്യത്തെ ഹോളിവുഡ് പടമായിരുന്നു ഒരു നായകനായിട്ട്. ലിസ്റ്റിലെ അവസാനത്തെ പടം ദ ഫോർബിഡൻ കിങ്ഡം. ജേസ് എന്ന് പറഞ്ഞൊരു അമേരിക്കന് ഒരു മങ്കി കിങ്ങിൻ്റെ സ്റ്റാഫ് ലഭിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഏൻഷ്യൻ ചൈനയിലേക്ക് ട്രാൻസ്പോർട്ട് ആവുന്നു. അവിടെ വെച്ച് ജാക്കി ചാൻ്റെ ലുയാൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ജെറ്റ്ലിയുടെ സോ വുക്കോങ് എന്ന് പറഞ്ഞ കഥാപാത്രവുമായിട്ട് കൂടെ കമ്പനിക്ക് കൂടുന്നു. ഇത് ആദ്യമായിട്ടാണ് ജെറ്റ്ലിയും ജാക്കി ചാനും ഒരേ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഈ ഒരു മൂവിയിലൂടെ. അതുപോലെ തന്നെ ജെറ്റ്ലി ഇതിൽ മങ്കി കിങ് ആയിട്ടും അഭിനയിക്കുന്നുണ്ട്. തൻ്റെ ആ ഒരു കോമഡി സൈഡും കൂടിയാണ് നമ്മൾ ഈ ഒരു പടത്തിൽ കാണുന്നത്. സോ ചെക്ക് ഔട്ട് ജെറ്റ്ലീസ് വാച്ച് ലിസ്റ്റ്. ഇനിയും കൂടുതൽ വാച്ച് ലിസ്റ്റും നല്ല കണ്ടൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.